Good morning, all of you. Mark the attendance. Okay. Attendance mark cheyo. Good morning. Good morning. How are you? I am fine. How are you? Okay, Miss mute ചെയ്യണോ എല്ലാരെയും? No. നിങ്ങൾ എല്ലാവരും ചെയ്തു വെച്ചോ. Okay, all of you take Malayalam textbook. Okay, നിങ്ങൾക്ക് ഇന്ന് ഇംഗ്ലീഷിന്റെ സമയത്ത് മലയാളമാണ്. ടീച്ചർ ലീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതും അതെ 2 പീരീഡും അതെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് അതായത് പേജ് നമ്പർ 15 15ാമത്തെ പേജില് എവിടെ എത്തി? നമ്മൾ ഈ 5ാമത്തെയാണ് അല്ലെ നമ്മൾ പറയുന്നത് അല്ലെ ആക്ടിവിറ്റീസില്? യെസ് ഓർ നോ? Yes, miss. ഓക്കെ ഓക്കെ. അപ്പൊ മാതൃക പോലെ മാറ്റി എഴുതുക എന്നാണ് അല്ലെ? മാതൃക പോലെ മാറ്റി എഴുതാം എന്നാണ്. അപ്പൊ അതിൽ എക്സാമ്പിൾ എന്താണ് തന്നിട്ടുള്ളത്? നാൻമുഖൻ, 4 മുഖമുള്ളവനാണ് നരി. നാൻമുഖൻ. യെസ് പറഞ്ഞോ റിലു. അന്നത്തെ ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടിയിട്ടില്ല. 2ാമത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ആണോ? മിസ് കണ്ടു, പക്ഷെ ഞാൻ എന്റേത് ഞാൻ ക്ലിയർ ചാറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതിലുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഞാനത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഇന്ന് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അതുപോലെ ഗ്രൂപ്പിലിട്ട മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉമ്മാന്റെ വീട്ടിൽ അപ്പൊ ഇംഗ്ലീഷ് ബുക്ക് എടുത്തത്. ഞാൻ നേരത്തെ മെസ്സേജ് ഇട്ടു ഈ ഒരു പ്രശ്നം വരണ്ടാന്ന് കരുതി. കുഴപ്പമില്ല, ഏതിലെങ്കിലും എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ട് നീ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? അത് എഴുതുവാട്ടെ മോളെ റിലു. ഞാൻ 2ാമത്തെ നോക്കട്ടെ. ജസ്റ്റ് ഞാൻ നോക്കി, അപ്പോ കിട്ടിയില്ല. നോക്കട്ടെ കേട്ടോ. അപ്പൊ 5ാമത്തെ മാതൃക പോലെ മാറ്റി എഴുതാം. മാതൃക എന്താ തന്നിട്ടുള്ളത്? നാൻമുഖൻ, 4 മുഖമുള്ളത്. നിങ്ങളിപ്പോ കൂടുതലൊന്നും അത് പഠിക്കണ്ട. ബഹുബ്രീഹി സമാസാണെന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. നമുക്കത് കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോ പഠിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ 4 മുഖമുള്ളവനാണ് ആര്? നാൻമുഖൻ. അതാ ആരാ? ബ്രഹ്മാവ്. അടുത്തത് ഏകദന്തൻ, ഏകമായ ദന്തത്തോട് കൂടിയവൻ. അതായത് ആരാണ് ഏകദന്തൻ? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞല്ലോ, ഗണപതി. അല്ലേ? അടുത്തത് എന്താണ് നോക്കാം നമുക്ക്. ഏകദന്തമുള്ളവൻ മാത്രം എഴുതിയ പോലെ. ഏകദന്തത്തിൽ നേരെ ഹൈഫൻ ഇട്ടിട്ട് എഴുതുക. ഏകദന്തമുള്ളവൻ, ദന്തം പല്ല് കേട്ടോ. ഏകദന്തമുള്ളവൻ അങ്ങനെ എഴുതണം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഏകദന്തമുള്ളവൻ. എഴുതിത്തരണോ? എഴുതിത്തരേണ്ടി വരും അല്ലെ? യെസ്, ഇന്നലെ തന്നെ എഴുതിയായിരുന്നോ? ഓ, എന്നാ അത് എഴുതിയിട്ടുണ്ടാവും അല്ലെ? എഴുതി തന്നില്ലായിരുന്നു. തന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പേടിക്കണ്ട, ഞാൻ എഴുതിത്തരാം. നോട്ട്ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ? നോട്ട്ബുക്കിലൊക്കെ എഴുതിക്കോട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഇപ്പൊ ഇവിടെ എഴുതി വെക്കുക ടെക്സ്റ്റില്. നിങ്ങൾ ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ മക്കളെ. അപ്പൊ ആദ്യത്തെ 4 മുഖമുള്ളവൻ അവിടെ ഉണ്ട്. ഇനി ഏകദന്തമുള്ളവൻ എഴുതിക്കോ. എങ്ങനെ എഴുതണ്ട്? പേജ് നമ്പർ 15. പേജ് നമ്പർ 15ല് 5ാമത്തെയാണ് നമ്മളിപ്പോ പറയുന്നത്. ആക്ടിവിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏകദന്തമുള്ളവൻ അങ്ങനെ എഴുതണം. ദന്ത
ഏകദന്തമുള്ളവൻ അല്ലെ. നെക്സ്റ്റ് എന്താണ് പറയേണ്ടത്? അടുത്ത എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതുക? ബ്രാക്കറ്റില് ആരാ ഏകദന്തമുള്ളവൻ? ഗണപതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞിട്ടാണ്. പേജ് നമ്പർ 15. 15ാമത്തെ പേജ് നമ്പർ. എന്റെ 15 ആണ്. നിങ്ങൾക്കല്ലേ മക്കളെ? ഷഹുമ എന്തുണ്ട്? ഷഹുമേനെ കാണാറേ ഇല്ല. എന്താ ഷഹുമ? ഗണപതിന്ന് മാത്രം മതിയോ? അല്ല, ഏകദന്തമുള്ളവൻ എഴുതിയിട്ട് ഗണപതി എന്ന് എഴുതണം. ഗണപതി എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടോ. അതായത് ദന്തമുള്ളവൻ ആരാണ് എന്ന് ചോദിക്കാം. അത് ഗണപതിയാണ് എന്നർത്ഥം. മനസ്സിലാക്കണം നിങ്ങൾ എന്താ എഴുതി വെക്കുന്നത്. കവിത എടുക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ഷഹുമേല്ലേ? നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ, റെക്കോർഡിങ് ചെയ്ത ക്ലാസ് എടുത്ത് നോക്ക് കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞ കൃത്യമായ ക്ലാസ് കയറണം. അതല്ലേ എല്ലാ ദിവസവും ഷഹുമേനെ വിളിക്കുന്നത്. ലിങ്ക് കിട്ടിയില്ല? എല്ലാം ഉണ്ടല്ലോ ലിങ്ക്. അതിൽ നിന്ന് നമ്മൾ ഇടുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാ ക്ലാസ്സിന്റെയും ലിങ്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ അവൾ തുറക്കുന്നില്ല എന്നാ പറഞ്ഞത്. നോക്കണത്രേ, നോക്കിട്ട് പറയാം. അപ്പോ നെക്സ്റ്റ് മുക്കണ്ണൻ. മുക്കണ്ണൻ എന്ന് പറഞ്ഞാൽ 3 കണ്ണുള്ളവൻ അല്ലേ. എന്ത് എഴുതണം നമ്മള്? 3 കണ്ണുള്ളവൻ. 3 കണ്ണുള്ളവൻ ആര്? ശിവൻ. മിസ്സേ നാലാമത്തെ ഇല്ലേ പദം, അത് നോട്ടിലേക്ക് എഴുതണം. നോട്ടിലേക്ക് എതിർപദം മേലെ ഹെഡിങ് എഴുതാൻ പറഞ്ഞില്ലേ? എതിർപദം മാത്രം എഴുതിയാ പോരെ? ആ സെന്റൻസ് മുഴുവൻ എഴുതണം? അല്ല, അത് എഴുതണ്ട. എതിർപദം എഴുതിയിട്ട് എന്തൊക്കെയുണ്ട്? നമുക്ക് 2 എണ്ണല്ലേ എതിർപദം? ഭാഗ്യം, നിർഭാഗ്യം, നന്മ, തിന്മ. അത്രേ എഴുതണ്ടു കേട്ടോ. നമുക്ക് അതാണ് അതിൽ പഠിക്കാനുള്ളത്. ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞതാണത്. അതുപോലെ സമാന പദം, അതിന് തൊട്ട് മേലെയുള്ളത് സമാന പദം എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് പതംഗം, അത് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതംഗം, പൂമ്പാറ്റ, ശലഭം, മെയ്, ശരീരം, ഗാത്രം, മലർ, പൂവ്, പുഷ്പം. അതും എഴുതണം. ഇതും നോട്ടിലേക്ക് എഴുതണം. ഇത് എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാ? ഇതിന്റെ ക്വസ്റ്റ്യൻ എഴുതണം. ഏത്? ഏകദന്തൻ. എന്നിട്ട് ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് ഏകദന്തമുള്ളവൻ എഴുതുക. എന്നിട്ട് ഗണപതി. നെക്സ്റ്റ് അടുത്തെന്താ? മുക്കണ്ണൻ, 3 കണ്ണുള്ളവൻ ആര്? ശിവൻ. ബ്രാക്കറ്റ് വെക്കുക. ഇതൊക്കെ ആരാ? ദൈവങ്ങളാണ് കേട്ടാ. ശിവൻ 3 കണ്ണുള്ളവൻ. ഇത് ശ്രീനല്ല വായിക്കലേ, ഇത് ബ്രാക്കറ്റ് ഇട്ടാണ് ഞാനേ. ശ്രീവൻ ഒന്ന് എഴുതി വെച്ചൊക്കെ ആരും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് മിസ് എഴുതി തരുന്നത്. ശിവൻ. ഓക്കെ, അടുത്തത് ചതുർഭുജൻ. ചതുർഭുജൻ എന്താണ് അർത്ഥം? എന്താ എഴുതേണ്ടത്? ചതുർഭുജങ്ങൾ ഉള്ളവൻ എഴുതുക. വിഷ്ണു എഴുതുക. എവിടെ? ഞാൻ എവിടെ എഴുതിക്കോട്ടെ? മുകളില്. അത് മൊത്തം മാറ്റോ ടീച്ചറെ? ഇത് കളയട്ടെ? എല്ലാവരും എഴുതിയോ? എഴുതിയില്ല? എഴുതിയിട്ടുണ്ടാവൂല ആരെങ്കിലും. എന്നാ ഞാൻ 3ാമത്തെ പറയട്ടെ. ചതുർഭുജൻ. ചതുർഭുജങ്ങൾ ഉള്ളവൻ നോക്കി എഴുതിയാ മതിയോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, അല്ലെങ്കിൽ ഞാൻ മ്യൂട്ടോട് അടിക്കും.
ചതുർഭുജങ്ങൾ ഉള്ളവൻ. മൂന്നാമത്തെ മൂന്നാമത്തെയാണ് മക്കളെ ഇപ്പൊ മിസ് എഴുതുന്നത്. ഏത്? ചതുർഭുജൻ, ചതുർഭുജങ്ങൾ ഉള്ളവൻ. എന്റെ ബ്രാക്കറ്റിൽ എന്താ എഴുതേണ്ടത് അറിയോ? വിഷ്ണു. ഇവിടെ ബ്രാക്കറ്റില് ഇത് രണ്ടും ഞാൻ കളയട്ടെ എന്നാലേ. ചതുർഭുജങ്ങൾ ഉള്ളവന് വിഷ്ണു എന്നാണോ എഴുതേണ്ടത്? ചതുർഭുജങ്ങൾ ഉള്ളവൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതുക വിഷ്ണു. അതായത് വിഷ്ണു ഭഗവാനാണ് ചതുർഭുജം ഉള്ള ആള്. ഓക്കെ. നമ്മൾ നാൻമുഖൻ ഗണപതിയാന്ന് പറഞ്ഞില്ലേ? 4 മുഖമുള്ളവൻ ഗണപതി. അല്ല സോറി ബ്രഹ്മാവ്. 4 മുഖമുള്ളവൻ ബ്രഹ്മാവ്. ഏകദന്തമുള്ളവൻ ഗണപതി. 3 കണ്ണുള്ളവൻ ശിവൻ. ഇനി ചതുർഭുജങ്ങൾ ഉള്ളവൻ വിഷ്ണു. ഓക്കെ. ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത്. ഇതധികം വലിയ ഇതൊന്നും അല്ല കേട്ടോ. ടഫ് ഒന്നല്ല, നിങ്ങൾക്ക് തോന്നിയാന്ന് പറഞ്ഞു. വിഷ് ഷാക്ക് ചന്ദ്രക്കര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നാ എഴുതിയിട്ടുണ്ട്. ഊച്ചിന് ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് എഴുതേണ്ടത്. വിഷ്ണു. ഓക്കെ. അത്രയാണ് അതിലുള്ളത്. ഇനി അടുത്തത് ചേർത്ത് എഴുതാം. വിഷ്ണു ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? ആ നോട്ടിലേക്ക് എഴുതിക്കോട്ടെ മോനെ. നോട്ടിലേക്ക് എടുത്ത് എഴുതണം എല്ലാവരും. ഓക്കെ. ഇനി ചേർത്ത് എഴുതുക. അടുത്തത് ചേർത്ത് എഴുതുകയാണ് അല്ലേ? ചേർത്ത് എഴുതുക. എന്താണ്? മാതൃക. ചെം പ്ലസ് മാനം, ചെമ്മാനം. അപ്പൊ അടുത്തത് ചെം പ്ലസ് തളിർ. എന്താണ്? ചെന്തളിർ. എഴുതിക്കോ. എങ്ങനെ എഴുതണം? ഇത് ഞാൻ കളയുന്ന എല്ലാവരും എഴുതിയില്ലേ? ഇനി ചെന്തളിർ എങ്ങനെ എഴുതണം? നമ്മള് എന്താ വരണം കേട്ടോ. ചെം പ്ലസ് തളിർ, ചെന്തളിർ. ദാ ശ്രദ്ധിക്കണേ. ന്യായം താഴെ ഒരുമിച്ചത്. അത് തന്നെ. ചെന്തളിർ. ഓക്കെ. ചെന്തളിർ എന്നുള്ളത് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ. ചെന്തളിർ. എന്താ ഇവിടെ പന്ത് എന്നില്ല, എന്തായാണ് അവിടെ വരിക. നെക്സ്റ്റ് ചെം പ്ലസ് കല്ല്, ചെങ്കല്ല്. നോക്കി എഴുതണേ കേട്ടോ. എല്ലാരും മ്യൂട്ടാക്കി വെച്ചോ. നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എല്ലാവരും മ്യൂട്ട് ഓൾ അടിക്കാത്ത കേട്ടോ. ചെങ്കല്ല് ഇതായിട്ട് എന്ത് ചെയ്യണം? ചന്ദ്രക്കര. ചെങ്കല്ല്. നെക്സ്റ്റ് ചെം പ്ലസ് പട്ട്, ചെമ്പട്ട്. ഓക്കെ. ചെമ്പട്ട്. ചെമ്പട്ട് എന്നല്ല ഉമ്പായിരുന്നു കേട്ടോ. ബാഡി എന്നുള്ള ചെമ്പട്ട്. ചെമ്പട്ട്. ഇനി ചെം ചായം, ചെഞ്ചായം. എങ്ങനെ എഴുതണം? ഇവിടെ എഴുതണേ. ഓക്കെ. ചെം ചായം എന്നുള്ളത് ചെം പ്ലസ് ചായം, ചെഞ്ചായം. ഓക്കെ. അതായത് ചുവർണ ചായം എന്നാണ്. ഓക്കെ. അത്രയാണ് അതിലുള്ളത്. അതായത് ചേർത്ത് എഴുതേണ്ടത്. ഇനി എന്താണ് 7ാമത്തെ? എല്ലാരും എഴുതിയോ? ഡിഡ് യു ഫിനിഷ്? ഇല്ല. എഴുതില്ലെങ്കിൽ എഴുതാത്തവരെ എഴുതും. എന്നേരം തന്നെ എഴുതിയെടുത്തോ ക്ലാസ്സിൽ തന്നെ. ഇതും നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഇതും നോട്ട്ബുക്കിലേക്ക് എഴുതണം. ക്വസ്റ്റ്യൻ ആൻസർ മിസ്സസ് തരാം കേട്ടോ. നിങ്ങൾ അതിനു മുമ്പ് ഇത് എഴുതിക്കോ. ബാക്കിയുള്ളത് അത് ഞാൻ തരാം. പറ്റുന്നത്ര വേഗം തരും കേട്ടോ. കുറച്ച് തരാം.
അതിലത്തെ മൂന്നാമത്തെ എനിക്ക് കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ ആക്ടിവിറ്റി ആർക്കാ കിട്ടാത്തേ? മൂന്നാമത്തെ അല്ല, അഞ്ചാമത്തെ ആക്ടിവിറ്റി മൂന്നാമത്തെ ആൻസർ കണ്ടാണ്. ഉത്തരം കണ്ടെത്താന്ന്. ഒരു മിനിറ്റ്, ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവുന്നില്ല. നിങ്ങൾ പരക്കെ സംസാരിക്കുക. ഓക്കെ, ആർക്കാണ് ഇപ്പൊ ഡൗട്ട്? പറഞ്ഞു. ആ സൽന, എന്താ സൽന? മിസ്, അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇല്ലേ, മാതൃക പോലെ മാറ്റി എഴുതാം, ആ അതിലത്തെ മൂന്നാമത്തെ ആൻസർ കിട്ടിയിട്ടില്ല. മൂന്നാമത്തേന്ന് പറയുമ്പോ ചതുർഭുജനാണോ? അതെ. ഓക്കെ, ചതുർഭുജങ്ങളോട് കൂടിയവൻ. എഴുതിക്കോ. എങ്ങനെ എഴുതണം? ഇത് എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഫിനിഷ് ആണോ ഇത്? ഷഹ്മാവി ഇല്ല. അപ്പൊ അത് എഴുതട്ടെ. അപ്പൊ മൂന്നാമത്തതിന്റെ ആൻസർ ഞാൻ ഒന്നുകൂടി പറയാം. മാതൃക, അതായത് അഞ്ചാമത്തേല് മൂന്നാമത്തത് ചതുർഭുജൻ. എഴുതിക്കോ സൽന. ചതുർഭുജങ്ങളോട് കൂടിയവൻ. എങ്ങനെ എഴുതണം? അങ്ങനെ എഴുതണ്ട, ചതുർഭുജങ്ങൾ ഉള്ളവൻ എഴുതണം. എന്താണ് ഒരു ചിരി? ജയമോൾക്ക് എഴുതിയോ? ചതുർഭുജങ്ങളുള്ളവൻ ആര്? വിഷ്ണു. ഓക്കെ, ഇല്ലേ? വിഷ്ണു കേട്ടോ. അപ്പൊ 4 മുഖങ്ങളുള്ളവൻ ആര്? ബ്രഹ്മാവ്. ഏകദന്തമുള്ളവൻ ഗണപതി. നെക്സ്റ്റ് 3 കണ്ണുള്ളവൻ ശിവൻ. നെക്സ്റ്റ് ചതുർഭുജമുള്ളവൻ വിഷ്ണു. ഓക്കെ, അപ്പൊ ഇതാണ് ലാസ്റ്റ് നിങ്ങൾ എഴുതാത്തത് അല്ലേ? ആരാ എഴുതാത്തതെന്ന് ചോദിച്ചാൽ എഴുതി. ഇത് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും മിസ് പറഞ്ഞുള്ളൂ കേട്ടോ അതില്. പിന്നെ നമ്മളെ ഇത് ചേർത്ത് എഴുതുക എന്നുള്ളത് എല്ലാ മക്കളും കംപ്ലീറ്റ് എഴുതുക. ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, നവമി എഴുതി. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? അതിന് പിന്നീട് മായ്ച്ച് കളഞ്ഞതിന് ശേഷം പറയരുത്. എഡ്വിൻ വന്നോ? എഡ്വിൻ എന്തായി? എഡ്വിൻ എക്സാം എഴുതിയോ? ഇല്ല ഇല്ല. ഞാനിവിടെ ഇല്ലായിരുന്നു മിസ്സേ. ആ, കൊറേ ലീവ് വന്നില്ലേ? എല്ലാ ക്ലാസ്സും എടുത്ത് കാണും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അതുവരെയുള്ള എല്ലാവർക്കും ഫിനിഷ് ആയില്ലേ? ഇല്ലേ ജൂലിയറ്റ്? എന്താ ജൂലിയറ്റിന് ഡൗട്ട്? മിസ്, 3-ാം പാഠത്തിന് പരീക്ഷ ഇടുന്നുണ്ടോ? ഇതിന്റെയാ? ഇല്ല, ഞാൻ പറയാം കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ആവണത്രേ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം കേട്ടോ. അടുത്തത് എന്താണ്? 7ാമത്തെ ആക്ടിവിറ്റീസില് 7ാമത്തെ എന്താ? പൂമ്പാറ്റുകളെ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കാം. പൂമ്പാറ്റുകളെ നിരീക്ഷിച്ച്
ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ, ഇനി 7ാമത്തെ ആക്ടിവിറ്റീസ് എന്താന്ന് നോക്കിയോ? പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കാം. അല്ലേ, നിങ്ങൾ ചെയ്യുവോ? അപ്പൊ ഇതുവരെയുള്ളത് എല്ലാവർക്കും കംപ്ലീറ്റ് ആണോ ഇന്നത്തേത്? ഇനി ഒന്നുകൂടി വായിക്കണോ? ഇനി ഞാൻ എഴുതിയത് ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. എല്ലാവർക്കും കംപ്ലീറ്റ് ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയോ? പൂമ്പാറ്റയുടെ വർണ്ണന ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തോ ഒരു ശരിക്കൊരു ഇതായില്ല. 5ാമത്തെ ആക്ടിവിറ്റീസിൽ മാതൃക പോലെ മാറ്റി എഴുതാന്നാണ്. അതില് നാൻമുഖൻ 4 മുഖമുള്ളവൻ, അതായത് ബ്രഹ്മാവ്, മുക്കണ്ണൻ 3 കണ്ണുള്ളവൻ ശിവൻ, ചതുർഭുജൻ ചതുർഭുജങ്ങളുള്ളവൻ വിഷ്ണു, ഏകദന്തൻ ഏകദന്തമുള്ളവൻ ഗണപതി. ഓക്കെ, നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ്. അതിൽ ചെംപ്ലസ് തളിർ ചെന്തളിർ, ചെംപ്ലസ് പട്ട് ചെമ്പട്ട്, ചെംപ്ലസ് ചായം ചെഞ്ചായം. അല്ലേ, അത്രയായ അത് കഴിഞ്ഞു. നെക്സ്റ്റ് പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് വർണ്ണന കണ്ടെത്തുക, തയ്യാറാക്കുക. എന്താ ചെയ്യാ നിങ്ങള്? ഒറ്റക്ക് ചെയ്യാനാവില്ലേ ജൂലിയറ്റിന്? കുറെ പേർക്കാവുക. ഓക്കെ, എന്താ ജോയലേ ഇതെങ്ങനെ ചെയ്യണ്ടേ? പൂമ്പാറ്റകളുടെ വർണ്ണന തയ്യാറാക്കലാ? നിങ്ങളുടെ നിരീക്ഷണ പാഠവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണത്. ഓക്കെ, എന്താ ചെയ്യാൻ നേരം? എങ്ങനെ എഴുതണം? പൂമ്പാറ്റകൾ ചെറുതും വലുതുമുണ്ട്, പൂമ്പാറ്റയ്ക്ക് പല നിറങ്ങളുണ്ട്. എന്ത് ചെയ്യണം പിന്നെ? വാടിയ പൂക്കൾ, തേൻപൂക്കൾ, ഇത് എന്തൊക്കെ എഴുതാ? പൂമ്പാറ്റ എന്ത് ചെയ്യും? പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും. അല്ലെ, ഇതൊക്കെ വെച്ചിട്ട് എഴുതേണ്ടത്. നിദാ ഫാത്തിമക്ക് എന്താ നിദാ? ഇതൊക്കെ എന്താ പറയാനുള്ളത്? മിസ്സേ പടം വരയ്ക്കണം. ഇനി നിരീക്ഷണം എന്നാ പറയണ്ടേ അറിയാം? എങ്ങനെ അറിയാ? മിസ് ഒന്ന് വായിക്കാം. ഒരു ദിവസം ഞാൻ തൊടിയിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഇലയുടെ അടിയിൽ നിന്ന് ഒരു പൂമ്പാറ്റ പറന്നു പോകുന്നത് കണ്ടു. ഇലക്കടിയിൽ നോക്കിയപ്പോൾ നിറയെ ചെറിയ മുട്ടകൾ ഇരിക്കുന്നത് കണ്ടു. പിന്നീട് എല്ലാ ദിവസവും ഞാൻ അവ ചെന്ന് നോക്കി. കുറച്ചു ദിവസം കൊണ്ട് അവയെല്ലാം പുഴുക്കളായി മാറി. പിന്നെന്താ? കിളികൾ അവയെ കൊത്തി തിന്നുമോ എന്ന് ഞാൻ സംശയിച്ചു. അതേ ചെടിയുടെ ഇലകളാണ് അവ ഭക്ഷിച്ചിരുന്നത്. അല്പ ദിവസം കൊണ്ട് അവ ഒരു കൂടിനകത്തായി. ഭാഗ്യം, ഇനി കിളികൾ കൊത്തി തിന്നില്ലല്ലോ, ഞാൻ ആശ്വസിച്ചു. കുറച്ചു ദിവസത്തേക്ക് ആ കൂടിന് വലിയ മാറ്റമൊന്നും കണ്ടില്ല. പിന്നീട് ഒരു ദിവസം നോക്കിയപ്പോൾ കൂടിന് ചെറിയൊരു പൊട്ടൽ വന്നിരിക്കുന്നു. ഒരു പൂമ്പാറ്റയുടെ തലയും കൂടിന്റെ അല്പഭാഗവും പുറത്തു കാണാം. വളരെ നേരം ഞാൻ നോക്കിയിരുന്നു. അപ്പോഴതാ ചുവന്ന പുള്ളികളുള്ള ഭംഗിയുള്ള ഒരു പൂമ്പാറ്റ പുറത്തു വന്ന് ഇലയിൽ പറ്റി നിൽക്കുന്നു. ചിറകുകൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അത് പറന്നു പൊങ്ങി മുകളിൽ മരത്തിൽ എവിടെയോ പോയി ഇരുന്നു. ഇങ്ങനെയാണ് നിങ്ങളത് തയ്യാറാക്കേണ്ടത്. പൂമ്പാറ്റകളെ നിരീക്ഷിച്ചിട്ട് വർണ്ണന തയ്യാറാക്കേണ്ടത്. ഒരു എക്സാമ്പിൾ മിസ് വായിച്ച എന്താണ് ആവണി? ചെറുങ്ങനെയാണോ കേൾക്കുന്നത്? കേൾക്കുന്നില്ലേ എല്ലാവർക്കും? യെസ്, അവനെ ഇവിടെ ക്ലിയർ ശ്രദ്ധിച്ചു കേട്ടോ മോളെ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളത് തയ്യാറാക്കണ്ടേ കേട്ടോ. ഓക്കെ, ഒന്ന് തയ്യാറാക്കി നോക്ക് കേട്ടോ. അതിൽ എല്ലാ കുട്ടികളെയും ഒരു വർക്കും ചെയ്യാറില്ല. ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട് കൃത്യമായിട്ട് കേട്ടോ. അതിൽ കുറച്ച് കുട്ടികൾ കൃത്യമായി ചെയ്യുന്നുണ്ട് വർക്കുകൾ ഓരോന്നും. ഓക്കെ, അപ്പൊ ആ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലായോ മക്കൾക്ക് എല്ലാവർക്കും? പാഠഭാഗം വായിച്ചിട്ട് എത്ര പേര് എനിക്ക് ഓഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്? ഒന്ന് കൈപൊക്കിയേ. അലൻ മാത്യു. നെക്സ്റ്റ് ആരൊക്കെ? ഉണ്ടോ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എത്ര പേര്
ടെക്സ്റ്റ് വായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം? സെന്ന അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നതാണല്ലോ സെന്ന. ഓക്കെ, നിങ്ങൾ പാഠഭാഗം നല്ലതുപോലെ വായിക്കണേ. വായിച്ചിട്ട് ഓഡിയോ സെൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്ങും മീനിങ് നിങ്ങൾ എഴുതും, ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരും. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ഓക്കെ, അടുത്ത നമുക്ക് പുതിയൊരു ലെസൺ ആണ്. എന്താണ് പേര്? ആരാണ് മുമ്പൻ? അല്ലേ? എന്താ പേര്? ആരാണ് മുമ്പൻ? ആരാണ് ഫസ്റ്റ്? ഓക്കെ, ആരാണ് മുമ്പൻ എന്നാണ് അടുത്ത ഒരു പാഠം നമുക്ക് എടുക്കാനുള്ളത് അല്ലേ? കുറച്ച് വലിയൊരു പാഠാണ് കേട്ടോ. ഓക്കെ, സമയം കഴിയാനായി. പുതിയ ലെസൺ എടുക്കുന്നതിന് മുന്നേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മറ്റേ പാഠത്തില്? ഇല്ലല്ലോ. ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്ത പാട് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. എന്താണ് എഡ്വിന്? മിസ് ഞാനിവിടെ ഇല്ലായിരുന്നോണ്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എനിക്ക് കൂടാൻ പറ്റിയില്ലായിരുന്നു. അതിന്റെ യൂട്യൂബ് ലിങ്ക് ഒന്ന് അയച്ചു തരാമോ? യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ 4th ഗ്രൂപ്പിൽ ഉണ്ടാവും, നോക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ചാറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്റെ ഇപ്പൊ വർക്കും ഒക്കെ അതിലുണ്ടാവും. എന്താണ് ബെനീറ്റൊക്കെ? നീ എന്താ ബെനീറ്റ? മിസ് എന്റെ യൂട്യൂബ് ലിങ്ക്. അതെയാ, എന്നാ എഡ്വിന് സെൻഡ് ചെയ്ത് കൊടുത്തേ കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആരാണ് മുമ്പൻ എന്ന ഈ ഒരു പാഠഭാഗം ഒന്ന് വായിക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. നാട്ടിൻപുറത്തെ മൃഗങ്ങൾ അമ്പലപ്പറമ്പിൽ യോഗം ചേർന്നിരിക്കുകയാണ്. ആനയാണ് അധ്യക്ഷൻ. പശു, കാള, പോത്ത്, ആട്, നായ, പൂച്ച, കഴുത തുടങ്ങി ഗ്രാമത്തിലെ മൃഗങ്ങളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 4 മണിയോടെ യോഗ നടപടികൾ ആരംഭിച്ചു. കാട്ടിൽ നിന്ന് പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയ 2 കുയിലുകളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നായ എല്ലാവർക്കും സ്വാഗതമോടി. പിന്നീട് അധ്യക്ഷന്റെ പ്രസംഗമായിരുന്നു. ആന എഴുന്നേറ്റ് നിന്ന് തുമ്പിക്കൈ പൊക്കി സദസ്യരെ വന്ദിച്ചു. അനന്തരം ഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇവിടെ യോഗം ചേർന്നിരിക്കുന്നത് മുഖ്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന മൃഗത്തിന് ഒരു ബഹുമതി നൽകാൻ മൃഗലോകം നിശ്ചയിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ആരാണ് ആ ബഹുമതി അർഹിക്കുന്നത് എന്ന് തീർച്ചയാക്കുകയാണ് യോഗത്തിന്റെ ഉദ്ദേശം. ഈ കാര്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയാൻ നാം ആഗ്രഹിക്കുന്നു. എന്റെ അഭിപ്രായം ഉപസംഹാര പ്രസംഗത്തിൽ ഞാൻ വ്യക്തമാക്കാം. പ്രസംഗവേദിയിലേക്ക് ആദ്യമായി കയറി വന്നത് പശുവായിരുന്നു. തല കുലുക്കി താഴെ ആട്ടി അഴകോടെ അടിവെച്ചടിവെച്ചാണ് അവൾ വന്നത്. അവളുടെ പ്രസംഗം കേൾക്കാൻ സദസ്സ് കൗതുകത്തോടെ കാത്തിരിപ്പായി. പശു പ്രസംഗം തുടങ്ങി. ഏറ്റവും അധികം ലോകസേവനം അനുഷ്ഠിക്കുന്നത് ഞങ്ങളാണ്. പശുവിൻ പാൽ പോലെ നല്ല ആഹാരം മറ്റെന്താണുള്ളത്? ഞങ്ങളുടെ പാലിൽ നിന്നുണ്ടാക്കുന്ന മോരിനും തൈരിനുമുള്ള സ്വാദും ഗുണവും ഒന്ന് വേറെ തന്നെയല്ലേ? ഞങ്ങളുടെ ചാണകവും മൂത്രവും നല്ല വളമാണെന്ന് മനുഷ്യർക്കറിയാം. വെറുതെയാണോ മനുഷ്യർ വീടിനടുത്ത് തന്നെ തൊഴുത്ത് കെട്ടി അതിൽ ഞങ്ങളെ പാർപ്പിക്കുന്നത്? പശുവിന്റെ പ്രസംഗം ഇത്രയും ആയപ്പോഴേക്കും ആട് ചാടി എഴുന്നേറ്റ് പരിഹാസ സ്വരത്തിൽ ബേ ബേ എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു: മതി ശ്രീമതി, ഈ വീമ്പ് പറച്ചിൽ. ആട്ടിൻപാലിനോട് പശുവിൻപാലിനേക്കാൾ ഔഷധ ഗുണമുള്ളതെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും ഞങ്ങളുടെ പാലാണ് കുടിച്ചിരുന്നത്. ആട് ഇത്രയും പറഞ്ഞപ്പോൾ പോത്ത് പരുഷമായി ഒന്നമറി. തന്റെ പുറത്തിരുന്ന കാക്കയെ വാലുവീശി അകറ്റിക്കൊണ്ട് പ്രസംഗവേദിയിലേക്ക് കയറി പോത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. ശ്രീമതി, പശു പറഞ്ഞ ന്യായങ്ങളൊക്കെ ഞാനും കേട്ടു. ഗോവർഗക്കാരുടെ എല്ലാ ഗുണങ്ങളും കഴിവുകളും ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളെക്കാൾ 10 ഇരട്ടി പാൽ അധികം നൽകുന്നില്ലേ? ആരാണ് കൂടുതൽ ഭാരം വലിക്കുന്നത്, ഞങ്ങളോ കാളകളോ? ഇത്രയും കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കാള പറഞ്ഞു: അങ്ങനെ പറയല്ലേ ചങ്ങാതി. എന്താണ് അലന്? അലൻ മാത്യു, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. കേൾക്കുന്നില്ല?
ഓക്കെ. മിസ്സേ ഇടയ്ക്കിടയ്ക്ക് സൂമിൽ നിന്ന് കട്ടായി പോകുന്നുണ്ട്. എന്ത് പറ്റി? ഇത്രയും കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കാള പറഞ്ഞു. മിസ്. അങ്ങനെ പറഞ്ഞോ മോനെ. അങ്ങനെ പറയല്ലേ ചങ്ങാതി. ഇന്ന് ട്രാക്ടറും കാറും ലോറിയും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കൃഷിയിടങ്ങളിലും പട്ടണങ്ങളിലും ഞങ്ങൾ എത്ര ജോലി ചെയ്തിട്ടുണ്ട്. ഓ, അതൊന്നും ഇപ്പോൾ ഓർക്കാനേ വയ്യ. കാള പറയുന്നതിനോട് പശുവും യോജിച്ചു. സദസ്സിലുള്ളവർ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അധ്യക്ഷൻ എഴുന്നേറ്റ് എല്ലാവരോടും ശാന്തരായിരിക്കാൻ പറഞ്ഞു. ഉടനെ നായ പ്രസംഗവേദിയിലേക്ക് ചാടിക്കയറി. ബൗ ബൗ, സാമാജികരെ, ഇവിടെ ഓരോരുത്തരും വന്ന് അവരവരുടെ യോഗ്യത പാടുകയാണ്. ഞാൻ ഏതായാലും അതിന് ഭാവമില്ല. ഞങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് അറിയണമെങ്കിൽ മനുഷ്യരോട് ചോദിക്കുക. എത്ര കഥകളിലും കവിതകളിലുമാണ് ഞങ്ങളെ വാഴ്ത്തിയിരിക്കുന്നത്. മഹാകവികൾ പോലും ഞങ്ങളെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് നായ മെല്ലെ ഒന്ന് മുരണ്ട് തന്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. അടുത്ത ഊഴം പൂച്ചയുടേതായിരുന്നു. പൂച്ച പതുക്കെ പ്രസംഗവേദിയിൽ കയറി മ്യാവ് മ്യാവ് എന്ന് ശബ്ദിച്ചു. പിന്നെ പതുക്കെ മീശ തടവിക്കൊണ്ട് പറഞ്ഞു, മാന്യരെ, ശ്രീ ശുനകൻ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെയാണ് മനുഷ്യർ ആദരിക്കുന്നതും ലാളിക്കുന്നതും? വീട്ടിനകത്ത് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇങ്ങനെ തുടങ്ങി പൂച്ചയുടെ വീമ്പ് പറിച്ചു. പിന്നീട് അധ്യക്ഷൻ കഴുതയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ശാന്തനായ ആ മൃഗം എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ എല്ലാവരും ഹീ ഹീ എന്ന് ചിരിക്കുകയും കഴുത കഴുത എന്ന് ഉറക്കെ വിളിച്ചു പോവുകയും ചെയ്തു. തൊണ്ട ഇടറിക്കൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയ കഴുതയ്ക്ക് പ്രസംഗം തുടരാൻ കഴിഞ്ഞില്ല. അധ്യക്ഷൻ 2 വട്ടം ഉറക്കെ ചിഹ്നം വിളിച്ചു. എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷെ സദസ്സ് ശാന്തമായില്ല. അതിനാൽ യോഗം അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചതായി ആന ചിഹ്നം വിളിച്ചുകൊണ്ട് അറിയിച്ചു. യോഗം തൽക്കാലത്തേക്ക് പിരിഞ്ഞു. മൃഗങ്ങളെല്ലാം അടുത്തുള്ള ആറ്റിലേക്ക് പോയി കാലും മുഖവും കഴുകി. വെള്ളം കുടിച്ച് കാറ്റത്ത് കുറച്ചു നേരം വിശ്രമിച്ചു. എല്ലാവരും ശാന്തരായപ്പോൾ യോഗം വീണ്ടും ആരംഭിച്ചു. അല്പം അമ്പരപ്പോടെ കഴുത പ്രസംഗിക്കാൻ തുടങ്ങി. ചങ്ങാതിമാരെ, ഞാനൊരു എളിയ സേവകൻ മാത്രമാണ്. ആരിൽ നിന്നും ഞാൻ ബഹുമതി ആശിക്കുന്നില്ല. എന്നാൽ നാട്ടിലെ വിഴുപ്പേറ്റാൻ ഞാനില്ലെങ്കിൽ ലോകത്തിന്റെ കോലം എന്താകുമായിരുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴുത ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. സമയം വൈകി. ഉപസംഹാര പ്രസംഗത്തിനായി അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്നു. സദസ്സിനെ വന്ദിച്ചുകൊണ്ട് ആന പറഞ്ഞു, മഹാന്മാരെ, മഹതികളെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു ഞാനാണ് ആ ബഹുമതിക്കാരനെന്ന്. കരയിൽ ഏറ്റവും വലിയ മൃഗമായ എന്നെ പോലെ മറ്റൊരു മൃഗവും വിലമതിക്കപ്പെടുന്നില്ല. ആന ചത്താലും ജീവിച്ചാലും 12000 എന്ന ചൊല്ലി കേട്ടിട്ടില്ലേ? ഇനി അന്തസ്സിന്റെ കാര്യം. രാജാക്കന്മാർക്കും ദേവന്മാർക്കും എഴുന്നള്ളത്തിന് ഞാൻ വേണം. ഇതെല്ലാമായിരുന്നു എന്റെ വിചാരം. എന്നാൽ എന്റെ എല്ലാ അഹങ്കാരവും ശമിച്ചിരിക്കുന്നു. സേവനത്തിൽ നാം എല്ലാവരും തുല്യർ തന്നെ. ഈ വിഷയത്തിൽ വലിപ്പച്ചെറുപ്പമില്ല. ഓരോരുത്തരുടെയും സേവനം ഓരോ വിധത്തിലാണെന്ന് മാത്രം. അതിനാൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് യോഗം പിരിച്ചുവിടുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ആലിൻ മുകളിൽ ഇരിക്കുകയായിരുന്ന കുരങ്ങൻ പറഞ്ഞു, ചങ്ങാതിമാരെ, നിങ്ങൾ ചെയ്യുന്ന സേവനം പ്രശംസനീയം തന്നെ. കാട്ടിൽ വസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ധാരാളം മൃഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രകൃതി നിലനിൽക്കുന്നത് തന്നെ. ഇത് കേട്ട് എല്ലാവരും കൈയടിച്ചു. ഇതാണ് കഥ അല്ലെ? അത് ആരാണ് മുമ്പൻ എന്ന കഥ. വായിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് എടുക്കാം കേട്ടോ മക്കളെ. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു. 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നീ ടെക്സ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റോറി ഇതൊന്ന് വായിക്കണേ. ഓക്കെ, ബൈ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ വേഗം. അപ്പൊ അതുകൂടി നിങ്ങൾ എഴുതിയെടുക്കണം. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതിയും വേണം. ബൈ.